പുതുവർഷം പിറന്ന 3 മാസം മാത്രം പിന്നിടുമ്പോൾ കുതിച്ചുയർന്ന സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ 8464 റോഡ് അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് 638 പേർക്കാണ്. 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകളാണിത്. വിവിധ അപകടങ്ങളിലായി 9703 പേർക്ക് പരിക്കേറ്റു. റോഡ് സുരക്ഷകൾ ശക്തമാക്കിയതോടെ അപകടങ്ങൾ കുറയുന്നുവെന്ന് സർക്കാർ സ്വയം അവകാശപ്പെടുമ്പോഴാണ് അപകടങ്ങളുടെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത്. പ്രശാന്ത് ശകരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം ഒരു ദിവസമെങ്കിലും എത്രത്തോളം മരണങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരു ദിവസത്തെ മുഴുവൻ വാർത്ത കണ്ടാൽ മാത്രം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാതെ പോകുന്നതുമായ നിരവധി റോഡ് അപകടങ്ങളുണ്ട്. അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളുണ്ട്. പക്ഷേ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ വലിയൊരു നിയന്ത്രണം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്, അല്ലേ? ദേവിക, തീർച്ചയായും സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് ഈ റോഡ് അപകടങ്ങൾ കുറയുന്നു, നിയന്ത്രണം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 2 മാസത്തെ കണക്ക്, അതായത് 2025 ശേഷം ജനുവരിയും ഫെബ്രുവരിയും മാസത്തെ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ കണക്കുകളാണ്. കാരണം ഒരു അപകടങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരു വലിയ കണക്കുകൾ തന്നെയാണ് ഇത്. കാരണം 8464 റോഡ് അപകടങ്ങളാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്, ഈ 2 മാസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. അതും ഈ അപകടങ്ങളിലായി 638 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ 9703 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്കെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ പരിക്ക് മൂലം കിടപ്പ് രോഗികളായി പോകേണ്ട സാഹചര്യമുള്ളവരാകാം. അങ്ങനെയൊക്കെ രീതിയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ പരിക്കേറ്റവരാണ് ഇതിൽ പെടുന്നത്. അങ്ങനെ ഒരു വലിയ കണക്കുകളാണ് ഈ 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ വാഹന അപകടങ്ങളുടെ കണക്കുകൾ എന്ന് പറയുന്നത്. വളരെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും സർക്കാർ അവകാശപ്പെടുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്നതാണ് ഈ കണക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അടുത്ത മാസത്തെ, അതായത് കഴിഞ്ഞ മാർച്ച് മാസത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ, അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ പറഞ്ഞ കണക്കുകളിൽ നിന്നും കൂടുതൽ മുകളിലേക്ക്, അതായത് ഇരട്ടിയിലേക്ക് മാറാൻ ഉള്ള സാധ്യതയുമുണ്ട്. ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. നിരത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ദേശീയ പാതയായാലും ശരി, സംസ്ഥാന പാതയായാലും ശരി, ഗ്രാമവീഥികളായാലും ശരി, ഇവിടെ എല്ലാം അപകടങ്ങൾ പെരുകുന്ന സാഹചര്യമുണ്ട്. റിപ്പോർട്ട് ചെയ്തതിൻ്റെ കണക്കുകളാണത്. അല്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്ത പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പരിക്കേൽക്കുന്ന സാഹചര്യം, ഇതിലെല്ലാം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഈ വർഷത്തെ മാത്രമല്ല, മുൻ വർഷങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് റോഡ് അപകടങ്ങൾ എന്നതുകൂടി തന്നെയാണ് ഈ രേഖകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ എപ്രകാരമാണോ നമ്മൾ ഈ വർഷത്തെ കണക്കുകൾ പറയുന്നത്, സമാനമായ രീതി തന്നെയാണ് മുൻ വർഷങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. 2024 48,919 കേസുകൾ ഉണ്ടായി, ഈ റോഡ് അപകടങ്ങൾ ഉണ്ടായി. ഇതിൽ 3774 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, 54,743 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2023 ചെല്ലുകയാണെങ്കിൽ 48,091 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ ആ റോഡ് അപകടങ്ങളിൽ 4080 പേർക്ക് പരിക്കേറ്റു, 54,320 പേർക്ക് 54,320 പേർ പരിക്കേൽക്കുകയും 480 പേർ മരിക്കുകയും ചെയ്തു. ഇതാണ് കണക്കുകളിലൂടെ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ മുൻവർഷങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, ഈ വർഷവും ഉണ്ടാകുന്നുണ്ട്. ഈ വർഷത്തെ 2 മാസത്തെ കണക്കുകൾ പറയുമ്പോഴാണ് ഇത്രയും വലിയ വർധനവിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഈ റോഡ് അപകടങ്ങൾ കുതിച്ചു ഉയർന്നു എന്ന് നമുക്ക് ഈ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ AI ക്യാമറകൾ അത് സ്ഥാപിച്ചതിന് ശേഷം വളരെയേറെ റോഡ് അപകടങ്ങൾ കുറഞ്ഞു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മറ്റ് പലയിടങ്ങളിലും റോഡ് സുരക്ഷാ അതോറിറ്റിയും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, കുറയുകയല്ല ചെയ്യുന്നതെന്നുകൂടി ഈ കണക്കുകളിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. കാരണം ഇത്തരത്തിൽ റോഡ് അപകടങ്ങൾ പെരുകുന്നത് ഈ വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന
ചെയ്യുന്ന കാൽനടക്കാർക്കടക്കം ദോഷം സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. കാൽനടക്കാരടക്കം മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ അമിതവേഗമായാലും ശരി, മറ്റ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി, അതിലെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ ഈ റോഡ് സുരക്ഷാ വകുപ്പിൻ്റെയും എല്ലാം വാഹന വകുപ്പിൻ്റെ എല്ലാം ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. മാത്രമല്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കളിൽ കൂടുതൽ പേർ ഇരുചക്ര വാഹനങ്ങൾ അലക്ഷ്യമായി ഓടിക്കുകയും അങ്ങനെ നിയന്ത്രണം വിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ മരണത്തിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെല്ലാം ഒരു അറുതി വരണം. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു മരണസംഖ്യയിലേക്ക് എത്തുകയും യുവാക്കളുടെ അടക്കം ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്കെല്ലാം മാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 മാസത്തെ കണക്കുകളാണ്. ഈ പുതുവത്സരം പിറന്നതിന് ശേഷം 2025 ജനുവരി ഫെബ്രുവരി മാസത്തെ കണക്കുകളാണ്. ഈ ഒരു വലിയ കണക്കുകളും ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട കുതിച്ചിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളത്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം ഈ കണക്കുകൾ കൂടി എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ദേവിക. ശരി പ്രശാന്ത്.